നമസ്കാരം. തെന്നിന്ത്യയിലെ ഒരിടവേളയ്ക്ക് ശേഷം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DMK സർക്കാർ, സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ, ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ വഴി ആ പ്രക്ഷോഭം എപ്പോഴും സജീവമായി തന്നെ നിർത്തിയിരുന്നു. പക്ഷേ അതൊരു ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് ഈ ജനുവരി മാസം 10-ാം തീയതിയോടുകൂടി ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ജനുവരി 10-ാം തീയതി പുറത്തിറങ്ങാൻ പോകുന്ന പരാശക്തി എന്ന ചലച്ചിത്രമായിരിക്കും. പരാശക്തി എന്ന ചലച്ചിത്രം 1960കളിൽ, കൃത്യമായി പറഞ്ഞാൽ 1967 ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് എത്തിയ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം, തമിഴ്നാട്ടിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തെ ആസ്പദമാക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു ചലച്ചിത്രമാണ് പരാശക്തി. ശിവകാർത്തികേയൻ നായകനായി, സുധാ കൊങ്ര സംവിധാനം ചെയ്യുന്ന, ഡോൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ഡോൺ പിക്ചേഴ്സിലെ ആകാശ് ഭാസ്കരൻ എന്ന സാമ്പത്തിക കുറ്റവാളി ഇപ്പോൾ ഒളിവിലാണ്. ഡോൺ പിക്ചേഴ്സിൻ്റെ ഉടമയായ ഈ ആകാശ് ഭാസ്കരൻ ഉദയനിധിയുടെ ബിനാമിയാണെന്ന് പറയപ്പെടുന്നു. ഏറ്റവും അടുത്ത സുഹൃത്താണ്. റെഡ് ജയൻ്റാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയൻ്റ് ആണ് ഈ പരാശക്തി എന്ന ചലച്ചിത്രം വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ആ പരാശക്തി പുറത്തിറങ്ങുമ്പോൾ ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം, ഹിന്ദി തെരിയാതെ പോടാ എന്നൊരു സ്ലോഗൻ ഉണ്ടാക്കി ഇവർ മുന്നോട്ട് വെച്ച ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം വീണ്ടും ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആ ഹിന്ദി വിരുദ്ധത എന്ന ആശയം മുന്നോട്ട് വെച്ച് 2026 നടക്കുവാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് DMK ശ്രമിക്കുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അത് വെറുതെ പറയുന്നതല്ല. കാരണം 1960കളിൽ ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന കൺകെട്ട് മുന്നോട്ട് വെച്ച് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 70ഓളം പേരെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK ആദ്യമായി അധികാരത്തിൽ വരുന്നത്. തമിഴ്നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഏതാണ്ട് ഒരു 90 വർഷങ്ങളുടെ പഴക്കമുണ്ട്. EV രാമസ്വാമി, ദ്രാവിഡ കക്ഷികൾ പെരിയാർ എന്ന് വിളിക്കുന്ന EV രാമസ്വാമിയും സോമസുന്ദര ഭാരതിയാറും അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിൽ 1930കളിലെ മദ്രാസ് പ്രസിഡൻസിയിലെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ജസ്റ്റിസ് പാർട്ടിയും ഒക്കെ കൂടി കയ്യിലെടുത്ത ഒരു ആശയമാണ് ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം. ഇതിന് കാരണമായത് ഹിന്ദിയെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുവാനുള്ള കോൺഗ്രസിൻ്റെ ഒരു നയമായിരുന്നു, അല്ലെങ്കിൽ ഒരു ശ്രമമായിരുന്നു. ആ ശ്രമത്തെ എതിർത്തുകൊണ്ടാണ് ഇവർ പോരാടി തുടങ്ങിയത്. പക്ഷേ 3-4 ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ 1967 വരെ, 3 പ്രക്ഷോഭങ്ങൾ 1967 മുൻപ് തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. അവയുടെ എല്ലാം നേതൃസ്ഥാനത്ത് EV രാമസ്വാമി ഉണ്ടായിരുന്നു. ഈ EV രാമസ്വാമിയുടെ ഇത്തരം ആശയങ്ങളെയൊക്കെ കൂടി ഉൾക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇയാളെ ഒരു ഭ്രാന്തനായ ക്രിമിനൽ, ഒന്നെങ്കിൽ ഭ്രാന്തൻ അല്ലെങ്കിൽ ക്രിമിനൽ ആണ് ഇയാളെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ ഇടേണ്ടതാണ് എന്ന് കാമരാജിന് കത്തെഴുതിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിന് കത്തെഴുതിയത് ഇത്തരം ആശയങ്ങളുടെ ഒരു പ്രചാരകനായി EV രാമസ്വാമി പ്രവർത്തിച്ചതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു അത്തരത്തിലൊരു കത്തെഴുതി. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. 1967 ഏതാണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഒരു 70ഓളം യുവാക്കളെ, 2 പോലീസുകാർ ഉൾപ്പെടെ, CRPFകാരാണ് ഉൾപ്പെടെ 70 പേരെ കൊലയ്ക്ക് കൊടുത്തതാണ് DMK സർക്കാർ അധികാരത്തിലേറുന്നത്. ഇതിൽ ഇവരുടെ ഈ ഹിന്ദി വിരുദ്ധത എന്ന് പറയുന്നത് ഒരു കൺകെട്ടാണ് എന്നുള്ളത് സൂക്ഷ്മമായി ഈ ഒരു പ്രക്ഷോഭങ്ങളെ നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. കാരണം ആദ്യമായി EV രാമസ്വാമിയിലേക്ക് പോകാം. കോൺഗ്രസ്സിനെതിരായിട്ടാണ് താൻ ഈ ഹിന്ദി വിരുദ്ധത കയ്യിലെടുത്തത്, മറ്റൊരു ലക്ഷ്യവും തനിക്കില്ല എന്ന് പരസ്യമായി തന്നെ 1960കളിൽ പെരിയാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. EV രാമസ്വാമി അങ്ങനെ പ്രഖ്യാപിക്കുവാനുള്ള കാരണം 1960കളായപ്പോൾ പെരിയാറിൻ്റെ ദ്രാവിഡ കഴകം പിളർന്ന് അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകമുണ്ടായി. ആ ദ്രാവിഡ മുന്നേറ്റ കഴകം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കയ്യിലെടുത്തപ്പോൾ കാലിപ്പസങ്ങളെ വായിലെ സുട്ടിടണോ, അതായത് വേലയും കൂലിയും ഇല്ലാതെ കന്നുകാലി ചെറുക്കന്മാരുടെ വായിൽ വെടിവെച്ചവന്മാരെയൊക്കെ കൊന്ന് ഈ പ്രക്ഷോഭം അടക്കണം എന്ന് EV രാമസ്വാമി അയ്യർ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ EV രാമസ്വാമി അയ്യർ 1930കളിൽ മുന്നോട്ട് വെച്ച ഈ ഹിന്ദി വിരുദ്ധതയുടെ ഒരു കൺകെട്ട് എന്താണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി DMKയിലേക്ക് വന്നാൽ, അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ കരുണാനിധി ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായി വളർന്നു വരുവാൻ തന്നെയുള്ള കാരണം 1967കളിൽ
മുന്നോട്ട് വന്ന ഈ ഒരു ശക്തമായ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ്. അതിൻ്റെ ഒരു ഇരട്ടത്താപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തമിഴ്നാട്ടിൽ നിലവിലുള്ള CBSE സ്കൂളുകളിൽ അധിക പക്ഷവും ഒന്നെങ്കിൽ സ്റ്റാലിൻ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ DMK നേതാക്കളുടെയോ ആണ്. ഈ CBSE സ്കൂളുകളിലെല്ലാം പ്രാഥമിക ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി തെരിയാതെ പോടാ എന്ന് ടീഷർട്ടിൽ എഴുതി വെച്ചുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഹിന്ദി പഠിക്കാൻ വാടാ എന്നുള്ളൊരവസ്ഥയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് അവരുടെ ഒരു ഇരട്ടത്താപ്പ്. ഇനി പരാശക്തി എന്നുള്ള ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ വിജയുടെ ജനനായകനുമായിട്ടൊരു ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടി അതിനെ പരാജയപ്പെടുത്തുവാനുള്ളൊരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 1967കളിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം DMK എങ്ങനെ കയ്യിലെടുത്തു, അതിലൂടെ തമിഴ്നാട്ടിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്നൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ്. നേട്ടങ്ങളെന്ന് ഡബിൾ കോട്ട്സിൽ വേണം പറയാൻ. കാരണം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കൊണ്ട് അന്നുണ്ടായ ഏറ്റവും വലിയ നേട്ടം അന്നും ഇന്നും തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മേഖല പുരോഗമിക്കുവാനുള്ള ഏക കാരണമായി സർവ്വവിധ രാഷ്ട്രീയ കക്ഷികളും സർവമാന രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നിരീക്ഷകരും അംഗീകരിക്കുന്ന കാമരാജ് പോലും P. ശ്രീനിവാസൻ എന്ന ഒരു വിദ്യാർത്ഥിയോട് മത്സരിച്ച് പരാജയപ്പെട്ടു 1967 നടന്ന തിരഞ്ഞെടുപ്പിൽ. കാമരാജിനെ പോലും പരാജയപ്പെടുത്തിയ P. ശ്രീനിവാസൻ പിന്നെ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. P. ശ്രീനിവാസൻ മുന്നോട്ട് വന്നത് ഈ ജനമധ്യത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധനായത് ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയായിരുന്നു 67കളിൽ. കാമരാജിനെ പോലും തോൽപ്പിച്ചു എന്നുള്ളതാണ് തമിഴ്നാടിനുണ്ടായ നേട്ടം ഈ ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കൊണ്ട് അന്ന്. പക്ഷേ ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കാരെ അടിച്ചോടിച്ചു. അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നെന്ന് ആലോചിക്കണം. ഇന്ന് BJP ഗവൺമെൻറ് വീണ്ടും ഹിന്ദി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട, ഹിന്ദി തെരിയാതെ പോടാ. പക്ഷേ നമ്മുടെ CBSE സ്കൂളിൽ രഹസ്യമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, വന്നു ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് തന്നു കഴിഞ്ഞാൽ ഹിന്ദി ഞങ്ങൾ പഠിപ്പിക്കാൻ വാടാ. ഇതാണ് തമിഴ്നാട് സർക്കാരിൻ്റെയും സ്റ്റാലിൻ കുടുംബത്തിൻ്റെയും, അല്ലെങ്കിൽ ഇന്ന് സ്റ്റാലിൻ കുടുംബമെന്ന് തന്നെ പറയണം, കരുണാനിധി കുടുംബത്തിൻ്റെയും ഒരു പശ്ചാത്തലം. ഇനി പരാശക്തി എന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംവിധായകയായ സുധാ കൊങ്ക്ര, നമ്മുടെ പാരഞ്ജിത്ത്, വെട്രിമാരൻ, TJ ജ്ഞാനവേൽ, മാരി സെൽവരാജ് തുടങ്ങിയ സംവിധായകരെ പോലെ തന്നെ, ചലച്ചിത്ര പ്രവർത്തകരെ പോലെ തന്നെ ഒരു ദ്രാവിഡ പശ്ചാത്തലമുള്ള വിഘടനവാദത്തിൻ്റെ പ്രവാചകർ ആണ് കലാരംഗത്ത്. അവരുടെ സിനിമകളെടുത്ത് നോക്കിയാൽ, ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം സിനിമകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഒളിപ്പിച്ച് കിടത്തുന്ന, തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയം ഒളിപ്പിച്ച് കിടത്തുന്ന ദ്രാവിഡ സിദ്ധാന്തത്തിൻ്റെ ഭാരതം എന്ന രാഷ്ട്രത്തിൽ നിന്ന് വിഘടിച്ച് നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്നുള്ളൊരു ആശയത്തിൻ്റെ മുന്നോട്ട് വയ്ക്കൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സിനിമകളിലെല്ലാം, ഇവരുടെ എല്ലാം ചലച്ചിത്രങ്ങളിൽ കാണാം നമുക്ക്. അത്തരത്തിലുള്ളൊരു ആശയ പ്രചാരകയാണ് സുധാ കൊങ്ക്ര. അതിലുള്ള തമാശ എന്ന് പറയുന്നത് തമിഴ് ഭാഷയ്ക്ക് വേണ്ടി എന്താ പറയുക, ഒരു സഹനം നടത്തുന്ന ആളുകളുടെ കഥ പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ പരാശക്തി സംവിധാനം ചെയ്യുന്ന സുധാ കൊങ്ക്ര തെലുങ്ക് മാതൃഭാഷയായി ജന്മം കൊണ്ട ഒരാളാണ്. സുധാ കൊങ്ക്ര മാത്രമല്ല, കരുണാനിധിയുടെ കുടുംബം ഉൾപ്പെടെയുള്ളവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ തെലുങ്കന്മാരുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്. സാമുദായികമായൊരു വിഭജനം പറയുകയല്ല, സത്യസന്ധമായൊരു കാര്യം പറയുകയാണ്. ഈ തമിഴേ കരുണാനിധിയെ തമിഴ് എന്ന് പറയുമ്പോഴും കരുണാനിധിയുടെ മാതൃഭാഷ തെലുങ്കാണ്. സുധാ കൊങ്ക്രയുടെയും അങ്ങനെ തന്നെ. നായകനായ ശിവകാർത്തികേയനാണെങ്കിലും ഒപ്പം അഭിനയിക്കുന്ന അഥർവയാണെങ്കിലും ഇവരാരും യഥാർത്ഥ തമിഴരല്ല. യഥാർത്ഥ തമിഴരെന്ന് പറയുന്നത് പൂർവികർ തമിഴ് മാതൃഭാഷയായ ആളുകളല്ല. ഇവരുടെ എല്ലാം പൂർവികരുടെ മാതൃഭാഷ തെലുങ്കാണ്. ഒരു 90% ആളുകൾ ഈ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട്, പരാശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 90% ആളുകളും തെലുങ്കന്മാരാണ്. ബാക്കി 10% മലയാളികളുമാണ്. അപ്പോൾ ഈ ഒരു വിഘടനവാദത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്തായിരിക്കും, അതിൻ്റെ ഒരു ആഴം എന്താണ് എന്നുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുടെ പശ്ചാത്തലമൊന്ന് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. തന്നെയുമല്ല, ഈ ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ് DMK നേതാക്കൾ നടത്തുന്ന, പ്രത്യേകിച്ച് കരുണാനിധി കുടുംബക്കാർ നടത്തുന്ന, അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള DMK നേതാക്കൾ അവരുടെ ബിനാമികളായി നടത്തുന്ന സ്കൂളുകളിൽ പ്രാഥമിക ഭാഷയായി പഠിപ്പിക്കുന്നത് ഏതു ഭാഷയാണ് എന്ന് നോക്കിയാലും ഒന്ന് പരിശോധിച്ചാലും
നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ പരാശക്തി ജനുവരി 10 റിലീസാകുമ്പോൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഈ വിഘടനവാദം വീണ്ടും ശക്തമാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ആശങ്കയോടെ നോക്കി കാണുന്നൊരു കാര്യം. ആ വിഘടനവാദം തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? വിജയുടെ രംഗപ്രവേശം അതിനെന്തെങ്കിലും ഒരു ഇടുമോ? അതോ വിജയ് ഇവരുടെ ഒരു ബി ടീമായി പ്രവർത്തിച്ച് ഇതിലേക്ക് ഇന്ധനം പകരുമോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ കൗതുകവും ആശങ്കയും ഉണർത്തുന്ന കാര്യങ്ങളാണ്. ഇത്രയും നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു വിവരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ വിഘടനവാദത്തെക്കുറിച്ചുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല, അത് തുടർന്നു കൊണ്ടേയിരിക്കും. അത് പുതിയ വാർത്തകൾ വരുന്നതനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമസ്കാരം.